ലക്ഷ്യം പിണറായിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അവരങ്ങനെ വരുമ്പോഴും നമുക്കിവിടെ പ്രതിരോധിക്കാൻ എന്തുണ്ടായുധം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ ജനം കാത്തിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി എന്താണ് മറുപടി പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്മേൽ ഇപ്പോൾ കുറ്റപത്രം വന്നിരിക്കുന്നു. ഇത്രയും ദിവസം അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനം കണ്ടിട്ടില്ല. അപ്പോൾ വാർത്താസമ്മേളനം വരുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രി അത് പറയും എന്നുള്ള പ്രതീക്ഷയിൽ അവസാന നിമിഷം വരെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇപ്പോഴത്തെ ചൂടിനെ കുറിച്ച് പറഞ്ഞു, പുല്ലിന് വെള്ളം നൽകുന്നതിനെ പറ്റി പറഞ്ഞു, വെയിലത്ത് വളർത്തുമൃഗങ്ങളെ പുറത്തേക്ക് വിടരുത് എന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ അവസാനമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതല്ലാതെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടാൻ വരുന്നു എന്നൊരു പ്രതികരണം ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറയാൻ തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണല്ലോ. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇത് ED വരാൻ പോകുന്നു, അതിന് പിന്നാലെ CBI വരണമെന്ന ആവശ്യം കൂടി ഷോൺ ജോർജ് മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നുള്ള വിവരം വരികയാണ്. CMRലിന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആവശ്യം സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തയും വന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി വരും എന്ന് പ്രതീക്ഷിച്ചു. ഈ കേസ് വന്ന ഘട്ടത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പാർട്ടി ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ചുറ്റും അണിനിരന്നിരുന്നു. MV ഗോവിന്ദന്റെ പ്രതികരണം അടക്കം വന്നാണ് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന രൂപത്തിൽ ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരളത്തിന് തന്നെ അനുഭവമുണ്ട്. അത് സ്വർണ്ണക്കടത്ത് കേസിലായാലും കരുവന്നൂർ കേസിലായാലും അനുഭവമുണ്ട്. കരുവന്നൂരിലാണെങ്കിലും ഒരു കേസുണ്ട് എന്നുള്ളതാണ്. ആ കേസിനെ എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിൽ ആരൊക്കെ പ്രതി ചേർക്കാൻ പോകുന്നു എന്നിടത്താണ് അതിലെ രാഷ്ട്രീയം നിൽക്കുന്നത്. ആ രാഷ്ട്രീയം കൃത്യമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ K. രാധാകൃഷ്ണൻ അടക്കം ചോദ്യം ചെയ്യൽ അവിടെ ഹാജരാകുമ്പോൾ അദ്ദേഹത്തിന് സ്വത്ത് ഈ തരത്തിൽ സമ്പാദിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം വരെ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തെ ഈ കേരളത്തിന് അറിയാവുന്നതുകൊണ്ട് ഈ കേരളം അത് വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഇന്ന് മൊഴി കൊടുത്ത ദിവസം കൂടിയാണ്, ഇന്ന് അതിൻ്റെ വിശദാംശങ്ങൾ വന്ന ദിവസം കൂടിയാണ്. അതവിടെ നിൽക്കട്ടെ. പിണറായി വിജയൻ എന്ത് മറുപടി പറയുന്നു എന്നാണ് പ്രധാനം. അപ്പോൾ അദ്ദേഹം ഇന്ന് വളരെ ക്ഷോഭത്തോടു കൂടി തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ച് എന്നുള്ളതാണ്. കേന്ദ്ര ഏജൻസികളെ പറ്റി നല്ല ധാരണയുണ്ടല്ലോ, അതും വെച്ച് നടക്കൂ എന്ന് പറയുന്നു. എൻ്റെ രക്തം ആഗ്രഹിക്കുന്നവരാണെന്ന് പറയുന്നു. ഈ മാസപ്പടി എന്ന പ്രയോഗം നടത്തിയ മനോരമയെ പലതവണയായി അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. അതോടൊപ്പം എല്ലാ മാധ്യമങ്ങളെയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിക്കുന്ന രീതി അതായിരുന്നു. പിന്നെ ശുദ്ധ അസംബന്ധം എന്ന് പറയുന്നു, തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നു, എൻ്റെ രാജിയാണ് നോക്കുന്നതെന്ന് പറയുന്നു. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൽ നമ്മുടെ പ്രസാദ് ചോദിക്കുന്നുണ്ട്, അതിൽ ഒരു വ്യക്തത വന്നാൽ എന്താണ് ആ സേവനം എന്നോ വ്യക്തമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം വരുന്നില്ലല്ലോ. ഈ പറയുന്ന പിണറായി വിജയനെ കുരുക്കാൻ നോക്കുന്നവർക്ക് അതിലുള്ളൊരു കൃത്യമായ മറുപടി ആവുകയാണല്ലോ. മുഖ്യമന്ത്രിക്ക് വളരെ ഷാർപ്പായി മറുപടി പറയാൻ അറിയുന്ന ആളാണ്. അങ്ങനെ ഒരു മറുപടി അദ്ദേഹം പറയുന്നില്ല എന്നാണ്. അതേസമയം ഒരു ചോദ്യം അതും പ്രസാദ് ചോദിക്കുന്നുണ്ട്. അതായത് ഈ കോടിയേരിയുടെ മകനും പിണറായി വിജയൻ്റെ മകൾക്കും രണ്ട് നീതിയാണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതങ്ങനെ പുറത്ത് ഉയർന്നിരുന്നൊരു ചോദ്യമാണല്ലോ. ആ ചോദ്യം ഇന്ന് അദ്ദേഹത്തിന് മുന്നിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അതങ്ങനെയല്ല, അതിൽ കോടിയേരിയുടെ പേര് പറഞ്ഞിരുന്നില്ല, അതിൽ ഉൾപ്പെടുത്തുന്നു. അതാണല്ലോ SFIയുടെ കേസിലുള്ളത്, പേര് പറയുന്നു എന്നുള്ളതാണ്. പേരല്ല, പ്രോമിനന്റ് ലീഡർ എന്നാണ് പറയുന്നത്. പക്ഷേ വീണയാണല്ലോ, വീണയുടെ പേര് പറയുമ്പോൾ സ്വാഭാവികമായത് പിണറായി വിജയനിലേക്കാണ്. അതുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ അന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നിന്ന് കോടിയേരി മാത്രമാണ് അതിൽ എന്ത് ശിക്ഷ വേണമെങ്കിലും കിട്ടട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടട്ടെ എന്ന പ്രതികരണം കോടിയേരി നടത്തി. അന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യം, അന്വേഷണ ഏജൻസിയുടെ പക്കൽ എന്താണ് ഉള്ളതെന്ന് അവർക്കല്ലേ അറിയൂ. അപ്പോൾ എന്തോ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അന്വേഷിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർക്കല്ലേ അറിയൂ. അതിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞത് ശരിയല്ലല്ലോ. കൃത്യമായ അകലം പാലിക്കുന്നു. അതിൽ അവരുടെ കുടുംബം പറയും, അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന് വളരെ സുവ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് അന്വേഷണ ഏജൻസികളുടെ പക്കൽ എന്തോ ഉള്ളതുകൊണ്ടാണ് വരുന്നത് എന്ന് തോന്നൽ ഉളവാക്കുന്ന രീതിയിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തുന്നു. ഇന്നാകുമ്പോൾ അന്വേഷണ ഏജൻസികൾ കൃത്യമായി വേട്ടയാകുന്നു. അവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് ആ പഴയ ബൈറ്റുകൾ ഇങ്ങനെ എയറിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു വ്യക്തത വരുത്തിയാൽ മതി. എന്താണ് ആ സേവനം എന്നതിൽ വീണയും വ്യക്തത വരുത്തിയില്ല. വീണ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടേയില്ല. വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിനോട് ഈ ചോദ്യങ്ങൾ, മന്ത്രിയാണല്ലോ, അദ്ദേഹത്തോടും ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, GST തെളിവുകളുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ SFI അന്വേഷിക്കുന്നത് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഇതൊക്കെ പരിശോധിച്ച ശേഷം, വീണയിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം ഒക്കെയാണല്ലോ ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ആ കുറ്റപത്രത്തിൽ പറയുന്നു ഈ സേവനത്തിന് തെളിവില്ല എന്ന്. മാത്രമല്ല ഈ CMRലിൻ്റെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്നും ആദ്യഘട്ടത്തിൽ ആ സേവനത്തെക്കുറിച്ചൊരു സേവനം നൽകിയില്ല എന്നൊരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അദ്ദേഹം മാറ്റി പറയുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയും അതിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട്. നമുക്കിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകുന്നു, അത് കോടതിയിലെത്തി ഇതൊക്കെ തെളിയിക്കപ്പെടുന്നു, അതിൻ്റെ കൃത്യമായ കണക്കുകളുണ്ട്. ഈ EDയുടെ അന്വേഷണത്തിൽ തന്നെ 198 കേസുകൾ 2 മാത്രമേ ശിക്ഷ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കേന്ദ്ര ഏജൻസികൾ വരുന്നത്? ഇന്നലത്തെ കേസ് തന്നെ നോക്കൂ. ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ സുപ്രീം കോടതി
ഗവർണർമാരോട് രാഷ്ട്രീയം കളിക്കരുതെന്ന് കൃത്യമായി പറയുകയാണ്. അപ്പോൾ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എങ്കിൽ, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ വേട്ട നടത്തുന്നുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുന്ന സുപ്രീം കോടതി ഇവിടെയുണ്ട്. അതിൽ സുപ്രീം കോടതിക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞതുപോലെ കോടതിയുടെ വഴിക്ക് കാര്യങ്ങൾ അത് മുന്നോട്ട് പോകട്ടെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ പാർട്ടിയും ആ രൂപത്തിൽ അതിൽ പ്രതികരിക്കണമായിരുന്നു. അതൊരു വ്യക്തിയുടെ കാര്യമാണെന്നും ആ വ്യക്തി ആ കാര്യം നോക്കിക്കൊള്ളുമെന്നും മുഹമ്മദ് സലീം പറഞ്ഞ പോലെ വ്യക്തി ആ കാര്യം നോക്കിക്കൊള്ളുമെന്നും അതിൽ പാർട്ടിക്ക് കാര്യമില്ലാമെന്നും പറയാമായിരുന്നു. അങ്ങനെയല്ല ചെയ്തത്. ഇത് രാഷ്ട്രീയ വേട്ട എന്ന് ആദ്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ വേട്ടനെ മറുപടി പറയണം. ആ സേവനം എന്താണെന്ന് ജനത്തോട് പറയണം. ജനത്തോട് പറയാൻ ഒരു ബാധ്യതയുമില്ല എന്നൊരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഇത് ഈ പറയുന്ന ഈ എതിരാളികൾക്ക് രാഷ്ട്രീയ വേട്ട നടത്തുന്നവർക്കുള്ള മറുപടിയല്ല. ഇവിടെ അദ്ദേഹത്തെ ജയിച്ച് മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്ന ജനം കാത്തിരിക്കും. രണ്ടാം പിണറായി സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. മൂന്നാം പിണറായി സർക്കാരിനുള്ള പ്രതീക്ഷകളും ആത്മവിശ്വാസമോടെ അവർക്ക് പ്രകടിപ്പിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടി സുവ്യക്തമായ മറുപടി നൽകേണ്ടതാണ്. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ മറുപടി പറയാൻ ഇവിടെ ആരും പഠിപ്പിക്കേണ്ടതില്ല. അദ്ദേഹത്തിന് കൃത്യമായി മറുപടി പറയാം. ഇനി ഈ പറയുന്ന ഈ BJP-യുമായി ബന്ധപ്പെട്ട് BJP-യും CPM-ഉം തമ്മിലുള്ള ഒത്തുകളി എന്നുള്ളതാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ വിഷയത്തിൽ എത്രത്തോളം എവിടെ നിൽക്കണം എന്നുള്ളതിൽ ഒരു വ്യക്തത കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ അന്വേഷണം SFI അന്വേഷണം വരുന്ന ഘട്ടത്തിൽ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രതികരിക്കുന്നു. നമുക്കറിയാം മാത്യു കുഴൽനാടൻ കോടതിയിൽ പോയി, അവിടെ വിജിലൻസ് അന്വേഷണത്തിൽ കോടതിയിൽ പോയി അവിടെ പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ഇത് ഈ സ്വർണ്ണക്കടത്ത് അന്വേഷണം പോലെ തന്നെ സ്വർണ്ണക്കടത്ത് അന്വേഷണം ഏറ്റുപിടിച്ച് ദിവസം എന്ന പോലെ വാർത്താസമ്മേളനം നടത്തിയാണല്ലോ പ്രതിപക്ഷം. എന്നിട്ട് അവസാനം എന്തുണ്ടായി? തുടർഭരണമുണ്ടായി. അതുകൊണ്ട് ഇത് ഏറ്റുപിടിച്ച് കഴിഞ്ഞാൽ ഇനിയും മൂന്നാം പിണറായി ഭരണം വരുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് അവരത് മാറി നിന്ന് നിരീക്ഷിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പിണറായി വിജയൻ നടത്തിയ പ്രതികരണത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളാപ്പള്ളി എന്ന വർഗീയ നിലപാട് പ്രതികരിച്ചിരിക്കുന്ന ഇവിടുത്തെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മലപ്പുറത്ത് ജനങ്ങൾക്ക് ശ്വാസം മുട്ടുകയാണ്, ഞങ്ങളുടെ സമുദായത്തിന് ശ്വാസം മുട്ടുകയാണ്, അവിടെ മുസ്ലിങ്ങൾ കാരണം ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയെ തിരുത്താൻ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ആ സ്ഥാനത്ത് ഇരിക്കാമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പകരം പറഞ്ഞത് കരുതലോടെ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. അത് അദ്ദേഹം മാറ്റി പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. വിശദീകരിച്ചത് എന്താണ്? മുസ്ലിം എന്നുള്ളത് മുസ്ലിം ലീഗാക്കി. മുസ്ലിം ലീഗാണെങ്കിലും തന്നെ ഒരു മുസ്ലിം ലീഗ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി അവിടെ പ്രധാനപ്പെട്ട പാർട്ടിയായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ആർക്കാണ് അവിടെ ശ്വാസം മുട്ടുള്ളത്? ആർക്കും അവിടെ ശ്വാസം മുട്ടില്ല. അത് പിണറായി വിജയനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ തരത്തിൽ വർഗീയ നിലപാട് കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഇവിടെ BJP-ക്ക് വളമൊരുക്കി കൊടുക്കുന്ന, മണ്ണൊരുക്കി കൊടുക്കുന്ന നേതാവിനെ തള്ളിപ്പറയാത്ത പിണറായി വിജയൻ എന്ത് തരത്തിലാണ് വർഗീയ ഫാസിസ്റ്റുകളോട് യുദ്ധം ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടി ഈ വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം നൽകുകയാണ്. Meet the editors.